അവയവ മാഫിയ സംഘാംഗം പിടിയിൽ, അതും നെടുമ്പാശ്ശേരിയിൽ പിടിയിൽ എന്ന ഏറ്റവും പുതിയ വാർത്തയാണ് ന്യൂസ് അപ്ഡേറ്റ്സിൽ ആദ്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. അവയവ മാഫിയ സംഘാംഗം പിടിയിൽ, തൃശൂർ സ്വദേശി സബിത് നാസർ അറസ്റ്റിലായത് നെടുമ്പാശ്ശേരിയിൽ നിന്ന്. കിഡ്നി കച്ചവടത്തിന് ആളുകളെ കൊണ്ടുപോയത് ഇറാനിലേക്ക്. സംസ്ഥാനത്ത് ഒരാഴ്ച കൂടി കനത്ത മഴ. കാലവർഷം ആൻഡമാനിലെത്തി. 4 ജില്ലകളിൽ റെഡ് അലേർട്ട്. തിരുവനന്തപുരത്ത് ദുരിതമായി വെള്ളക്കെട്ട്. പത്തനംതിട്ടയിൽ സെമിത്തേരിയുടെ മതിലിടിഞ്ഞു. പെട്ടിയും മൃതദേഹവും പുറത്തുവന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും ശസ്ത്രക്രിയാ പിഴവ്. യുവാവിന്റെ കൈക്ക് കമ്പി മാറിയിട്ടു. ആരോപണം തള്ളി ഓർത്തോ വിഭാഗം മേധാവി. കുടുംബത്തിന് തെറ്റിദ്ധാരണയെന്ന ഡോക്ടർ ജേക്കബ് മാത്യു. കാലിലെ കമ്പി കയ്യിലിട്ടു, അങ്ങനെയൊന്നും അതിൻ്റെ അകത്ത് യാതൊരു സത്യമില്ല. ഓരോ ഭാഗത്തിനും ഒടുവിന് അതിൻ്റെതായ സ്റ്റാൻഡേർഡ് ഇംപ്ലാന്റ്സ് ഉണ്ട്. അത് മാത്രമേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കുട്ടിയുടെ ശസ്ത്രക്രിയയിൽ ഡോക്ടറെ ചോദ്യം ചെയ്യാൻ പോലീസ്. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ നിർണായക തെളിവ്. രാഹുലിന്റെ കാറിൽ രക്തക്കറ. വാഹനം കസ്റ്റഡിയിലെടുത്ത് പോലീസ്. പ്രതിയെ രാജ്യം വിടാൻ സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ. മുഖ്യമന്ത്രിയാണ് കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് പറഞ്ഞത്. എൻ്റെ ഓഫീസ് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ടേംസ് ഓഫ് റെഫറൻസിൻ്റെ ഭാഗമായിട്ട് അന്വേഷണം ജുഡീഷ്യലായിട്ട് തീരുമാനിക്കാം. അതുകൊണ്ടാണ് നമ്മൾ മുദ്രാവാക്യതല്ലേ. സോളാർ സമരം ഒത്തുതീർപ്പായെന്ന ആരോപണത്തിൽ പ്രതികരിച്ച് CPM. വിവാദം മാധ്യമ സൃഷ്ടിയെന്ന് MP ഗോവിന്ദൻ. അതിന് പിന്നാലെ പോകാനില്ല. സമരം വിജയമായിരുന്നെന്ന് CPM സെക്രട്ടറി. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലെ ഇന്ത്യ സഖ്യത്തിന്റെ റാലിയിൽ ഉന്തും തള്ളും. പ്രവർത്തകർ വേദിയിലേക്ക് ഇരച്ചുകയറി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. 49 മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക്. BJP ആസ്ഥാനത്തേക്ക് ആം ആദ്മിയുടെ പ്രതിഷേധം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ആദ്യം തന്നെ ന്യൂസ് അപ്ഡേറ്റ്സ് കടക്കുന്നത്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് അവയവം കടത്താൻ ശ്രമിച്ച പരാതിയിൽ അവയവ മാഫിയ സംഘാംഗം പിടിയിൽ. തൃശൂർ വലപ്പാട് സ്വദേശി സബിത് നാസറിനെ നെടുമ്പാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതി ഇരകളെ പറഞ്ഞു വിശ്വസിപ്പിച്ച് വിദേശത്ത് കൊണ്ടുപോയി കിഡ്നി കച്ചവടം നടത്തിയെന്നാണ് ആരോപണം. നെടുമ്പാശ്ശേരിയിൽ നിന്നും കുവൈറ്റിലേക്കും അവിടെ നിന്ന് ഇറാനിലേക്കുമാണ് ആളുകളെ കൊണ്ടുപോയിരിക്കുന്നത്. അവയവ കടത്തിന് ആളെ കൊണ്ടുപോയി തിരികെ വരും വഴിയായിരുന്നു അറസ്റ്റ്. നവമി ദിനേശ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. നവമി, ഇത്തരത്തിൽ അവയവ കച്ചവടമെന്ന് പലതവണ നമ്മൾ വാർത്തകളിലും അതോടൊപ്പം തന്നെ അതിന്റെ ആരോപണങ്ങളും ഒക്കെ കേട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ ഒരു പ്രതി, ഇതുമായി ബന്ധപ്പെട്ട പ്രതി അറസ്റ്റിലായിരിക്കുകയാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന്. എങ്ങനെയാണ് പോലീസ് ഈ പ്രതിയിലേക്ക് എത്തിയത്? എന്താണ് ഈ അവയവ കടത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? ഭവ്യ, കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ഈ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട നിരവധി പരിശോധനകൾ അല്ലെങ്കിൽ നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടുവരികയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സബിത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് ലഭ്യമായത്. ഈ സബിത്തിനെ നിരീക്ഷിക്കുകയായിരുന്നു ഇന്റലിജൻസ് ബ്യൂറോ. അതിനിടയിലാണ് ഇന്ന് ഇറാനിൽ നിന്നും കുവൈറ്റ് വഴി നെടുമ്പാശ്ശേരിയിലെത്തിയ സബിത്തിനെ അല്പസമയത്തിന് മുൻപായിരുന്നു എമിറേറ്റ്സ് ഈ ചെക്കൗട്ട് ഈ പുറത്തിറങ്ങുന്ന സമയത്തായിരുന്നു ഇന്റലിജൻസ് ബ്യൂറോ സബിത്തിനെ പിടികൂടുന്നത്. തുടർന്ന് നടത്തിയ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ സബിത്ത ഇത് സമ്മതിക്കുകയും ചെയ്തു. താൻ ഇത്തരത്തിൽ ഒരു അവയവക്കടത്ത് നടത്തിയിരുന്നു എന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും പിന്നീട് നെടുമ്പാശ്ശേരി പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് എത്തി സബിത്തിനെ വിശദമായി ചോദ്യം ചെയ്യുകയും സബിത്തിന്റെ ഫോണിൽ നിന്നും ഈ അവയവക്കടത്ത് നടത്തുന്നതുമായി ബന്ധപ്പെട്ട നിർണായകമായ തെളിവുകൾ ലഭിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സബിത്തിനെ, തൃശൂർ സ്വദേശിയായ സബിത്തിനെ അല്പസമയത്തിന് മുൻപ് നെടുമ്പാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്നാലും വിശദമായ ഒരു ചോദ്യം ചെയ്യലാണ് ഇനി ആവശ്യമുള്ളത്. സബിത്ത് പറയുന്നു, സബിത്തിന്റെ പ്രാഥമിക മൊഴി അനുസരിച്ച് പോലീസ് വ്യക്തമാക്കുന്നത് ഇപ്രകാരമാണ്: പാവങ്ങൾ, അതായത് നിർധനരായവരിൽ നിന്നും ഈ അവയവം
ദാനം ചെയ്യുന്നത് കുറ്റകരമല്ല എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവരെ ചതിച്ച് പാവപ്പെട്ടവരായതിനാൽ നിർധനരായതിനാൽ അവർക്ക് പണം നൽകാമെന്ന് ആവശ്യപ്പെടുന്നു. ഈ കുറഞ്ഞ തുകയ്ക്ക് അവരെ ഇറാനിലേക്ക് കൊണ്ടുപോകുന്നു. ഇറാനിൽ കൊണ്ടുപോയതിനു ശേഷം അവിടെ അവയവദാനം ചെയ്യുന്നു. ആ ദാനം ചെയ്യുന്ന അവയവം കിഡ്നി അവയവം ചെയ്യുകയാണെങ്കിൽ അത് ഉയർന്ന നിരക്കിലായിരിക്കും അവിടെ വിൽക്കുക. ഇതിന്റെ ഒരു പങ്ക് സാബിതും കൈപ്പറ്റുന്നു. പക്ഷേ ഈ നിർധനരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു, അവർക്ക് കുറഞ്ഞ തുകയായിരിക്കും നൽകുക. അതിനുശേഷം ഉയർന്ന തുക നൽകി അവിടെ അവയവം വിൽക്കുന്നു. ഇതിലെ പ്രധാനപ്പെട്ട കണ്ണിയാണ് സബിത്ത്. പിന്നീട് അവിടെ ആളുമായി ഇത് കൊണ്ടുപോയ നിർധനരായ അല്ലെങ്കിൽ അവയവം ദാനം ചെയ്ത വ്യക്തിയുമായി തിരിച്ച് നെടുമ്പാശ്ശേരി നാട്ടിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യുന്നുണ്ട്. നെടുമ്പാശ്ശേരി വഴി കുവൈറ്റ്, അവിടെ നിന്ന് ഇറാൻ, ഇങ്ങനെയാണ് സാബിത്ത് സ്ഥിരമായി അവയവദാന കച്ചവടം നടത്തുന്നത്. എന്തായാലും ഇത് ഇന്റലിജൻസ് ബ്യൂറോയ്ക്ക് വിവരം ലഭിക്കുകയും തുടർന്ന് സാബിത്തിനെ പലതവണ സാബിത്ത് പോലീസിന്റെയും ഇന്റലിജൻസ് ബ്യൂറോയുടെയും നിരീക്ഷണത്തിലായിരുന്നു. ഈ കൃത്യമായിട്ടുള്ള തെളിവുകൾ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന ഈ അവയവ കച്ചവട റാക്കറ്റിന്റെ കണ്ണിയാണ് സബിത്ത് എന്നാണോ IB പറയുന്നത്? അത് തീർച്ചയായും ഭവ്യ, അങ്ങനെ തന്നെയാണ് പോലീസ് ഉറപ്പിച്ച് വ്യക്തമാക്കുന്നതും. കാരണം സാബിത്തിന്റെ ഫോണിൽ നിന്നും കൃത്യമായിട്ടുള്ള തെളിവുകൾ പോലീസ് കണ്ടെത്തി കഴിഞ്ഞു. ഈ അവയവം കച്ചവടം നടത്തുന്നതിലെ പ്രധാനപ്പെട്ട കണ്ണിയാണ് സാബിത് എന്ന് പോലീസ് ഇപ്പോൾ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഫോണിൽ ഇതിനടക്കമുള്ള തെളിവുകളുണ്ട്. അതോടൊപ്പം തന്നെ ഈ പണമിടപാടുകളും ഈ വിറ്റ് കിട്ടുന്ന പൈസ, അതായത് അവയവം ദാനം ചെയ്ത് കിട്ടുന്ന പൈസയുടെ അക്കൗണ്ടിലേക്ക് വരുന്ന വിവരങ്ങൾ അടക്കം പരിശോധിച്ച് അല്ലെങ്കിൽ കണ്ടെത്തിയാണ് പോലീസ് ഇത്തരത്തിലുള്ള നിർണായകമായ നീക്കത്തിലേക്ക്, ഇന്റലിജൻസ് ബ്യൂറോയും ഇത്തരത്തിൽ നിർണായകമായ ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്. കേന്ദ്രം ഇതിനോടകം തന്നെ ഈ അവയവദാനവുമായി ബന്ധപ്പെട്ട നിർണായകമായ ചില കണ്ടെത്തലുകൾ നടത്തിയിരുന്നു. എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇത്തരത്തിൽ വിദേശത്ത് കൊണ്ടുപോയി അവയവം ദാനം ചെയ്യുന്നു, ഉയർന്ന നിരക്കിൽ അവയവം ദാനം ചെയ്യുന്നു, നിർധനരായവരെ പറഞ്ഞു പറ്റിച്ച് ഇത്തരത്തിൽ ദാനം ചെയ്യുന്നു എന്ന് പല കണ്ടെത്തലുകളും കേന്ദ്രം ഇതിനോടകം തന്നെ സംസ്ഥാനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾക്കുൾപ്പെടെ ഇതിലൊരു കർശനമായിട്ടുള്ള ഒരു നിരീക്ഷണം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്റലിജൻസ് ബ്യൂറോ എല്ലാ വിമാനത്താവളത്തിലും ഇതിൻ്റെതായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. ഇനി കൂടുതലായി കിട്ടേണ്ടത് ഇത് ആരെയൊക്കെയാണ് ഇത്തരത്തിൽ പറഞ്ഞു പറ്റിച്ച് വിദേശത്തേക്ക് കൊണ്ടുപോയി അവയവം ദാനം ചെയ്തിട്ടുള്ളത്. കിഡ്നി മാത്രമാണോ ദാനം ചെയ്തിരിക്കുന്നത്? മറ്റേതെങ്കിലും അവയവങ്ങൾ ദാനം ചെയ്തിട്ടുണ്ടോ? അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയുന്നു, ഈ സാബിത്ത് തന്നെ ഈ ജോലി വാഗ്ദാനം ചെയ്തും വിദേശത്ത് കൊണ്ടുപോയി ഇത്തരത്തിൽ അവയവം ദാനം ഇരയാക്കുന്നു എന്നുള്ളൊരു വാർത്ത കൂടി വരുന്നുണ്ട്. പക്ഷേ ഇത് സ്ഥിരീകരിക്കേണ്ടത് പോലീസാണ്. വിശദമായ ചോദ്യം ചെയ്തതിന് ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കുക. ഇനി അറിയേണ്ടത് ആരെയൊക്കെയാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയത്, ഏതൊക്കെ കേരളത്തിൽ നിന്നും ഏതൊക്കെ ജില്ലയിലുള്ള എത്ര പേരെയാണ് സാബിത്ത് ഇത്തരത്തിൽ കൊണ്ടുപോയി വിദേശത്ത് കൊണ്ടുപോയി അവയവം വിറ്റിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവരുടെ ആരോഗ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഇവർ നാട്ടിലേക്ക് തിരിച്ചെത്തിയോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി ലഭ്യമാകേണ്ടതുണ്ട്. എന്തായാലും ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു അവയവം കടത്താൻ ശ്രമത്തിൽ സാബിത്തിനൊപ്പം മറ്റാരൊക്കെയുണ്ട്? ഇത് അന്താരാഷ്ട്ര മാനമുള്ള കേസാണ്. ഇനി IBയുടെ അന്വേഷണം ഏതു തരത്തിലേക്കാണ്? ഈ സംഘത്തിൽ ആരൊക്കെ ഉൾപ്പെടുന്നു, ആരൊക്കെ ഇതിൽ ഇരകളായി എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടത്. എന്തായാലും ഏറ്റവും പുതിയ വാർത്തയാണ്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് അവയവം കടത്താൻ ശ്രമിച്ച പരാതിയിൽ അവയവ മാഫിയ സംഘാംഗം പിടിയിലായിരിക്കുന്നു. തൃശൂർ വലപ്പാട് സ്വദേശി സബിത് നാസറിനെയാണ് നെടുമ്പാശ്ശേരി പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നോബി ദിനേശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. സംസ്ഥാനത്ത് ഒരാഴ്ച കൂടി മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. മാലദ്വീപ്, കൊമോറിയൻ മേഖല, തെക്കൻ ബംഗാൾ ഉൾക്കടൽ, നിക്കോബാർ ദ്വീപുകൾ, തെക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിലെ ചില ഭാഗങ്ങളിൽ കാലവർഷം എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ തമിഴ്നാടിന് മുകളിൽ ചക്രവാത ചുഴിയും മധ്യ മഹാരാഷ്ട്രയിൽ നിന്നും തെക്കൻ തമിഴ്നാട് വരെ ന്യൂനമർദ്ദപാത്തിയും രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഫലമായാണ് കേരളത്തിൽ അടുത്ത 7 ദിവസം മഴ ശക്തമാകുന്നത്. അതേസമയം 4 ജില്ലകളിൽ അതിതീവ്ര മഴ ഉണ്ടാകുമെന്നാണ് പ്രവചനം. 3 ദിവസത്തേക്ക് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. 4 ദിവസത്തേക്ക് തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കനത്ത മഴയിൽ തിരുവനന്തപുരം കുഴിവിളയിലും അരശമൂടും മുക്കോലമുക്കും ഉള്ളൂരിലും വീടുകളിലും കടകളിലും വെള്ളം കയറി. വഴുതക്കാട് കലാഭവൻ തിയേറ്ററും വെള്ളത്തിലായി. അട്ടക്കുളങ്ങരയിലും ചാലയിലും കിള്ളിപ്പാലത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ്. സ്മാർട്ട് റോഡ് നിർമ്മാണത്തിനെടുത്ത കുഴികളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു.
തിരുവനന്തപുരം നഗരത്തിൽ ഇന്നലെ വൈകുന്നേരം മുതൽ ആരംഭിച്ച ഇന്ന് പുലർച്ചെ വരെ നീണ്ട മഴയിൽ തലസ്ഥാന നഗരത്തിന്റെ പല ഭാഗങ്ങളും ഈ സ്ഥിതിയിലാണ് ഉള്ളത്. റോഡുകളിൽ അപ്രതീക്ഷിതമായി, അതായത് ആളുകൾ എയർപോർട്ടിലേക്ക് പോകുന്ന മണക്കാട് മുക്കോലക്കൽ റോഡാണിത്. ഈ റോഡിലൂടെ വരുന്ന വാഹനങ്ങളുടെ ഈ ദൃശ്യങ്ങൾ അത് പറഞ്ഞ് അറിയിക്കാൻ കഴിയില്ല. കാരണം അത്രമാത്രം വെള്ളത്തിനകത്തുകൂടി ഈ വാഹനങ്ങൾ ഓടിച്ചുകൊണ്ട് അകത്തേക്ക് പോകേണ്ട സ്ഥിതിയിലാണ് വാഹന ഉടമകളുള്ളത്. ഈ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലുമൊക്കെ വെള്ളം കയറുന്ന തരത്തിൽ ഇപ്പോൾ ഈ റോഡിലിങ്ങനെ കുളമായി കിടക്കുന്ന സാഹചര്യം. അപ്പൊ കാലാകാലങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അതിനുപരി മണക്കാട് നിന്ന് വരുന്ന വെള്ളം ഇവിടെ വരുന്നു, ഇവിടെ കെട്ടിക്കിടക്കുന്നു. തിരുവനന്തപുരം സിറ്റിയിലുള്ള എല്ലാ വേസ്റ്റ് ചാക്കുകളും, ഹോട്ടൽ വേസ്റ്റുകൾ, കോഴി വേസ്റ്റുകൾ, ഇതെല്ലാം ഇവിടെ രാത്രി കാലങ്ങളിൽ വണ്ടിയിൽ കൊണ്ടുവന്ന് ഈ കനാലിലിടും. ഇതിനൊരു സംവിധാനം ചെയ്യണം. ഈ ചാക്ക് കെട്ടുകൾ വന്ന് നാഷണൽ ഹൈവേയിലുള്ള ആ ഓടയിൽ വന്ന് അടഞ്ഞ് വെള്ളം പോകാത്ത അവസ്ഥയാണ്. ഈ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്ന സാഹചര്യമുണ്ട്. അത് അവിടുന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഊർജിതമാക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പും അതോടൊപ്പം നഗരസഭയുമൊക്കെ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടെങ്കിലും കൃത്യമായ ഇടപെടലുകൾ നടക്കാതിരുന്നതാണ് ഇന്നലെ വളരെ അപ്രതീക്ഷിതമായി പെയ്ത മഴയിൽ ഇങ്ങനെയൊരു വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചത്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് കാലവർഷം എത്താൻ ബാക്കി നിൽക്കുന്നത്. മെയ് 31 കേരള തീരത്തേക്ക് കാലവർഷം എത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. സ്വാഭാവികമായി ഏതാണ്ട് 1.5 ആഴ്ച മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഈ ഒരു ദിവസം രാത്രി പെയ്ത മഴയിൽ നഗരത്തിന്റെ സ്ഥിതി, ഹൃദയഭാഗത്തിന്റെയൊക്കെ സ്ഥിതി ഇങ്ങനെയാണെങ്കിൽ തുടർച്ചയായി മഴ പെയ്യുന്ന ദിവസങ്ങളിൽ എന്താകും സ്ഥിതിയെന്ന് ആലോചിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. സ്വാഭാവികമായി സ്കൂളുകൾ കൂടി തുറക്കാൻ പോവുകയാണ്. ഈ മലിനജലമാണ് വീടുകളിലേക്ക് ഇങ്ങനെ ഒഴുകി കയറുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഈ പ്രദേശവാസികൾ വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധിയാണ് ഇവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. എന്താണ് ഇവിടുത്തെ? ഇവിടെ എല്ലാ വർഷവും ചെറിയൊരു മഴ പെയ്താലും ഇവിടെ അത്രയും ഭാഗങ്ങളെല്ലാം വെള്ളക്കെട്ടാണ്. ഈ വെള്ളം അത്രയും ഈ വാടയിലാണ് പോകേണ്ടത്. ഇവിടുന്ന് പോയിട്ടാണ് മറ്റുള്ള അടുത്തങ്ങ് പോകേണ്ടത്. ഇതെല്ലാ വർഷവും ഇവിടെ ഈ വാടകൾ കോരി സൈഡിലിടും. ഈ മണ്ണിനെ തിരിച്ച് അതിലിരുന്ന് പോകും. ഇത് മഴ പെയ്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം. ഇത് തന്നെയാണ് സ്ഥിതി. നല്ല കനത്ത വെറിയായിരുന്നു, നല്ല കനത്ത വേനലായിരുന്നു. എത്ര കോടി രൂപയാണ് സാങ്ഷനാക്കിയത്? എന്നിട്ട് പോലും മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ 1% നടന്നില്ല എന്നൊരു തെളിവാണ് ഈ കാണുന്ന എല്ലാ പ്രവർത്തനങ്ങളും. ഈ തോട് വൃത്തിയാക്കിയാൽ ഇവിടെ നിന്ന് മാത്രമല്ല ഈ ഒരു 5 വാർഡില് ആ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ പറ്റും. ഈ വേനൽ മഴ 2 ചെറിയ മഴയേ ഉള്ളൂ. ഈ ചെറിയ മഴയിൽ തന്നെ അപ്പോൾ ഇന്നലെ രാത്രി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ആളുകൾ താമസിക്കാറില്ല. ഈ അവിടെ കണ്ടാ കടക്കാരെല്ലാം വീട്ടിലെല്ലാം വെള്ളം കയറി. തോടിന്റെ ആ പായലുകൾ മാറ്റിക്കഴിഞ്ഞാൽ ഈ ഇവിടെ നിന്ന് വരുന്ന ഈ 5 വാർഡുകളുടെ ആ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ. അതുപോലെ തന്നെ വേസ്റ്റുകൾ എന്താണ് പോകുന്നതിന്റെ കാരണം എന്താണ്? വെള്ളം. നിങ്ങൾ എങ്ങോട്ടായിരുന്നു പോകേണ്ടത്? ഈസ്റ്റ് പോർട്ട്. ഇനി എങ്ങനെ പോകും? ഏതുവഴി പോകും? തമ്പാനൂർ വഴി അങ്ങോട്ട്, അതുവഴി സ്ട്രെയിറ്റ് ആയിട്ട് പോകും. ശരി. അപ്പോൾ ഇതാണ് സ്ഥിതി. ഇവിടെ ഇങ്ങനെ വെള്ളക്കെട്ടുണ്ട് എന്ന് അറിയാതെ ഇവിടേക്ക് എത്തുന്ന ഇരുചക്ര വാഹനങ്ങളിലും മറ്റും എത്തുന്ന ആളുകളുണ്ട്. അവരൊക്കെ ഇവിടെ എത്തി ഈ വെള്ളക്കെട്ടിന് മുമ്പിൽ സ്തംഭിച്ച് നിന്ന് ഇവിടെ നിന്ന് മടങ്ങി മറ്റൊരു വഴിയായി കിഴക്കേക്കോട്ടയിലേക്ക് പോകേണ്ട സ്ഥിതിയാണ്, അല്ലെ മണക്കാട് ഭാഗത്തേക്ക് പോകേണ്ട സ്ഥിതിയാണുള്ളത്. വളരെ സാഹസികമായ ഒരു ദൌത്യമെന്ന് തന്നെ പറയേണ്ടി വരും. അത്തരമൊരു നീക്കമാണ്. ഈ വാഹനങ്ങളിൽ അവിടെ നിന്ന് എവിടെങ്കിലും വെച്ച് ആ വാഹനം ഒന്ന് സ്റ്റോപ്പായാൽ അതിന്റെ എഞ്ചിനുള്ളിൽ വെള്ളം കയറി അത് മുഴുവൻ നിന്നു പോകുന്ന സ്ഥിതി ഉണ്ടാകും. അതുകൊണ്ടാണ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വാഹനങ്ങൾ അതേ വേഗത്തിൽ ഇവിടേക്ക് ഓടിയെത്തി ഈ തിരമാലകൾ പോലെ വെള്ളം അടിച്ച കടകൾക്കുള്ളിലേക്ക് കയറുന്നത്. കാരണം എവിടെങ്കിലും നിർത്തിയാൽ ആ വാഹനങ്ങൾക്കുള്ളിൽ വെള്ളം കയറുന്ന സ്ഥിതി ഉണ്ടാകും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് അവരിങ്ങനെ വേഗത്തിൽ, പരമാവധി വേഗത്തിൽ ഈ വാഹനങ്ങൾ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് ഇവിടേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. സ്വാഭാവികമായി വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇന്നലെ ഇങ്ങനെയൊരു മഴ. ഇന്നലെ പകൽ വലിയ ചൂടുണ്ടായിരുന്നു. അത് ഇന്ന് പുലർച്ചെയാകുമ്പോഴേക്ക് ഇങ്ങനെയൊരു വെള്ളക്കെട്ടിന് വഴിമാറും, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കെടുതിയിലേക്ക് മാറുമെന്ന കാര്യം തലസ്ഥാനവാസികൾ ആരും കരുതിയിരുന്നില്ല. കാലവർഷം എത്തുന്നതിന് മുമ്പ് തന്നെ കാലവർഷത്തിന് സമാനമായ മഴവെള്ളക്കെടുതി അത് മുക്കോലക്കൽ അടക്കമുള്ള പ്രദേശങ്ങളിൽ രൂപപ്പെട്ടിരിക്കുന്നുവെന്ന് പറയുമ്പോൾ തീരദേശ മേഖലകളിലടക്കം അതുണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല. കാരണം വരുന്ന 3 ദിവസത്തേക്ക് തിരുവനന്തപുരം ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായി
അതിതീവ്ര മഴയ്ക്ക് തന്നെയാണ് സാധ്യത. മലയോര മേഖലകളിലേക്ക് മറ്റുമുള്ള യാത്രകൾക്ക് കർശനമായ നിരോധനം ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. അത്തരത്തിലുള്ള മുന്നറിയിപ്പുകളൊക്കെ നിൽക്കുന്നതിന് ഇടയിലാണ് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെ മലിനജലം കെട്ടിക്കിടക്കുന്ന ഓടകൾ വൃത്തിയാക്കുന്നതിനുണ്ടായ കാലതാമസം മൂലം വലിയ തരത്തിലുള്ള വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ട വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വീടുകളിലേക്കും മലിനജലം ഇങ്ങനെ ഇരച്ചു കയറുന്ന ഒരു സ്ഥിതിയുണ്ടായത്. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. പത്തനംതിട്ട പുറമറ്റത്ത് സെമിത്തേരിയുടെ ചുറ്റുമതിൽ ഇടിഞ്ഞ മൃതദേഹം പെട്ടിയോടെ പുറത്ത്. പുറമറ്റം കവുങ്ങുംപ്രയാർ മർത്തോമ പള്ളി സെമിത്തേരിയുടെ മതിലാണ് തകർന്നത്. കല്ലറയ്ക്ക് കേടുപാട് പറ്റിയതായി സമ്മതിച്ച പള്ളി അധികൃതർ ശവപ്പെട്ടി പുറത്തുവന്ന കാര്യം നിഷേധിച്ചു. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ഇന്ത്യ സഖ്യത്തിന്റെ റാലിയിൽ ആവേശം അതിരുവിട്ടു. പ്രവർത്തകർ വേദിയിലേക്ക് ഇരച്ചെത്തിയതോടെ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും റാലിയിൽ പങ്കെടുക്കാതെ മടങ്ങി. സുവി വിശ്വനാഥൻ വിവരങ്ങൾ വായിച്ചു വരും. സുവി, എന്താണ് അവിടെ സംഭവിച്ചത്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഭവ്യ, ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലെ ഫുൽപൂർ മണ്ഡലത്തിലായിരുന്നു റാലി സംഘടിപ്പിക്കപ്പെട്ടത്. രണ്ട് നേതാക്കളും വേദിയിലെത്തിക്കെത്തിയതോടെ പ്രവർത്തകരുടെ ആവേശം അതിരുവിടുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ബാരിക്കേഡുകൾ തകർത്തുകൊണ്ട് ജനക്കൂട്ടം സ്റ്റേജിലേക്ക് ഓടിയെത്തി. ജനക്കൂട്ടത്തോട് പലതവണ ശാന്തരാവാൻ വേണ്ടി രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ആവശ്യപ്പെട്ടു. എന്നാൽ ഇരുവരുടെയും അപേക്ഷ സ്വീകരിക്കാൻ അല്ലെങ്കിൽ ഇരുവരുടെയും നിർദ്ദേശം ജനക്കൂട്ടം പാലിച്ചില്ല എന്നാണ് പറയുന്നത്. ഏതായാലും അവർക്ക് രണ്ടുപേർക്കും റാലിയെ അഭിസംബോധന ചെയ്യുന്നതിന് മുമ്പ് തന്നെ സ്ഥലം വിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉത്തർപ്രദേശിലെ ഫുൽപൂർ മണ്ഡലത്തിലായിരുന്നു റാലി സംഘടിപ്പിക്കപ്പെട്ടത്. സമാജ്വാദി പാർട്ടിയും കോൺഗ്രസിന്റെയും സംയുക്ത റാലിയായിരുന്നു നടന്നത്. അതിനുശേഷം ഇരു നേതാക്കളും, നമുക്കറിയാം നാളെ റായ്ബറേലിയിൽ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഈ ഫുൽപൂർ എന്ന് പറയുന്ന മണ്ഡലം ആറാം ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് ജനവിധി ഫുൽപൂർ മണ്ഡലത്തിൽ ജനവിധി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആറാം ഘട്ടത്തിലാണ്. ആ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായിരുന്നു രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും എത്തിയിരുന്നത്. അതിനുശേഷം ഇരുവരും പോയത് സമീപത്തെ പ്രയാഗ്രാജ് ജില്ലയിലെ തന്നെ രണ്ടാം റാലിക്കായി കരഞ്ചാന്ത മേഖലയിലെ മുങ്കേരി, ഇവിടെയാണ് ഇരുവരും എത്തിയത്. അവിടെയും സമാനമായ സാഹചര്യം ഇരു നേതാക്കൾക്കും ഉണ്ടായി എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഇരുവരും അലഹബാദ് മണ്ഡലത്തിലും എത്തി. ആ അലഹബാദ് മണ്ഡലത്തിൽ എത്തിയതോടുകൂടിയാണ് ഈ അലഹബാദ് മണ്ഡലത്തിലേക്കാണ് ഇനി ഇരുവരും എത്താനിരിക്കുന്നത്. ഏതായാലും രാവിലെ ഈ സംഭവം, അതായത് ഫുൽപൂർ മണ്ഡലത്തിലാണ് ആദ്യം ഇത്തരത്തിൽ ഒരു ജനക്കൂട്ടം നിയന്ത്രണാതീതമായത്. അതിനുശേഷം മറ്റൊരു മണ്ഡലത്തിലെത്തിയെങ്കിലും അവിടെയും സമാനമായ സാഹചര്യങ്ങളാണ് ഉണ്ടായത്. ഏതായാലും ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസിന് സാധിച്ചില്ല. ഭവ്യ, ശരി. സുവി വിശ്വനാഥനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ടം നാളെ 6 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 49 മണ്ഡലങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുക. യുപിയിലാണ് 5ാം ഘട്ടത്തിൽ കൂടുതൽ സീറ്റുകളിൽ പോളിംഗ് നടക്കുന്നത്. 695 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുക. ഉത്തർപ്രദേശിലെ അമേഠിയിലും റായ്ബറേലിയിലുമാണ് 5ാം ഘട്ട വോട്ടെടുപ്പിലെ ശ്രദ്ധേയ മണ്ഡലങ്ങൾ. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയും ദിനേശ് പ്രതാപ് സിംഗും തമ്മിലാണ് പ്രധാന മത്സരം. അമേഠിയിൽ സ്മൃതി ഇറാനിയും കിഷോരിലാൽ ശർമ്മയും തമ്മിലും പോരാട്ടം നടക്കും. രാജ്നാഥ് സിംഗ് മത്സരിക്കുന്ന ലക്നൌവും പീയൂഷ് ഗോയൽ മത്സരിക്കുന്ന മുംബൈ നോർത്തും ചിരാഗ് പസ്വാന്റെ ഹജിപൂരും ഒമർ അബ്ദുള്ളയുടെ ബാരാമുള്ളയും 5ാം ഘട്ടത്തിൽ ശ്രദ്ധേയ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളാണ്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ PA ബിഭവ് കുമാറിനെ അറസ്റ്റ് ചെയ്തതിനെതിരെ രാജ്യതലസ്ഥാനത്ത് ആം ആദ്മി പാർട്ടിയുടെ വൻ പ്രതിഷേധം. BJP ഓഫീസിലേക്ക് മാർച്ച് പോലീസ് തടഞ്ഞു. ആം ആദ്മി പാർട്ടിയെ ഇല്ലാതാക്കാൻ BJP ഓപ്പറേഷൻ ചൂൽ നടപ്പാക്കുകയാണെന്ന് കെജ്രിവാൾ ആരോപിച്ചു. अब राघव चड्डा बाहर से आए हैं, परसों कह रहे हैं उसको भी गिरफ्तार करेंगे, कह रहे हैं आतिशी जी को गिरफ्तार करेंगे, सौरभ जी को गिरफ्तार करेंगे, कह रहे हैं कैलाश गहलोत को गिरफ्तार करेंगे। तो मैं आज हम सब लोग इकट्ठे हुए हैं, प्रधानमंत्री जी को कहना चाहता हूं, आप एक एक करके दुखी हो रहे हो, हम सारे ही आ जाते हैं। आज आप हम सबको गिरफ्तार करके देख लो, आज आप हम सबको गिरफ्तार कर लो, हम कोई डरने वाले नहीं हैं। मैं जेल में था 50 दिन, उस समय का मैंने पूरा सदुपयोग किया, 2 बार गीता पढ़ी, पूरी गीता।
മഹാരാഷ്ട്രയിലെ പൂനെയിൽ കാറിടിച്ച് ബൈക്ക് യാത്രക്കാരനായ യുവാക്കൾ മരിച്ചു. കല്യാൺ നഗറിലാണ് അപകടം നടന്നത്. കാറിലുണ്ടായിരുന്നവരെ അറസ്റ്റ് ചെയ്തു. അപകടമുണ്ടായതിന് പിന്നാലെ വാഹനം ഓടിച്ചയാളെ നാട്ടുകാർ മർദ്ദിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും ശസ്ത്രക്രിയ പിഴവെന്ന ആരോപണം. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സ തേടിയ കോതിപ്പാലം സ്വദേശി അജിത്തിന് നടത്തിയ ശസ്ത്രക്രിയയിലാണ് പിഴവ് സംഭവിച്ചത്. അപകടത്തിൽ അജിത്തിന്റെ കൈക്ക് പൊട്ടലേറ്റിരുന്നു. എന്നാൽ ശസ്ത്രക്രിയ നടത്തിയപ്പോൾ ഇട്ട സ്റ്റീൽ റോഡ് മാറിപ്പോയെന്നാണ് പരാതി. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയ്ക്കെത്തിയ അജിത്ത് എന്ന യുവാവിനാണ് വീണ്ടും ഒരു ദുർഗതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇയാളുടെ കയ്യിൽ ഇടുന്നതിനായി ശസ്ത്രക്രിയയ്ക്ക് ഇടുന്നതിനായി ഒരു റോഡ് കമ്പി വാങ്ങി നൽകേണ്ടിയിരുന്നു. വാങ്ങി നൽകിയ കമ്പിക്ക് പകരം മറ്റൊരു കമ്പിയാണ് തന്റെ കയ്യിൽ ഇട്ടതെന്നാണ് അജിത്ത് പറയുന്നത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം പുറത്തേക്ക് കമ്പി തള്ളി നിൽക്കുന്നതായി എക്സ്റേയിൽ തെളിഞ്ഞു. ഇതിനെ തുടർന്ന് ഡോക്ടർമാർ അടുത്തെത്തി മറ്റൊരു ശസ്ത്രക്രിയ നടത്തി കമ്പി പുറത്തേക്ക് എടുക്കണമെന്ന് പറഞ്ഞതായാണ് യുവാവ് വ്യക്തമാക്കുന്നത്. ഉള്ളിലുണ്ടാവും 30 വാർഡിൽ അഡ്മിറ്റ് ആയിക്കാണ് ഒരാഴ്ചയായി. ഇന്നലെ സർജറി കഴിഞ്ഞ 1 മണിക്ക് ഉച്ചയ്ക്ക് 1 മണിക്ക് സർജറി കഴിഞ്ഞിട്ട് ഇതിന്റെ ഒരു എക്സ്റേ എടുക്കാൻ വന്ന എക്സ്റേ എടുത്ത് ഇതിന്റെ ഒരു രാത്രി 10 മണിക്ക് പറയാണ് ഇത് കമ്പി പുറത്തേക്ക് ഉണ്ട്, ഒരു കമ്പി പുറത്തേക്ക് ഉണ്ട്, നിങ്ങൾ അർജന്റ് ആയിട്ട് 11 മണിക്ക് ചെയ്യാൻ പറഞ്ഞാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിവിടെ ആരുമില്ല, ആരെങ്കിലും കൂട്ടിട്ട് അല്ലെങ്കിൽ അറിയിച്ചിട്ട് ഞാൻ ചെയ്യുള്ളൂ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ചൂടായി പോയതാ. വേദന 7 മണിക്ക് സഹിക്കുന്നുണ്ട് ഇന്നലെ രാത്രി. ഇതുവരെ വേദന മാറിയില്ല, അത് ചെയ്തിട്ടില്ല. കാട്ടുകാരോ ആക്സിഡന്റ് ആയതാണ്. യുവാവിന്റെയും കുടുംബത്തിന്റെയും പരാതിയുടെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജ് പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുത്തു. മെഡിക്കൽ കോളേജ് ACPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ആശുപത്രിയിലെത്തി രോഗിയുടെ മൊഴി രേഖപ്പെടുത്തി. വിശദമായ പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് നടത്തും. ഈ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ടോ എന്ന പ്രാഥമിക വിവരം ലഭിച്ചതിന് ശേഷമാവും മെഡിക്കൽ ബോർഡ് രൂപീകരണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു. കയ്യിൽ ഓപ്പറേഷൻ ചെയ്തിരുന്നു. അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞു. അപ്പോൾ അതിനകത്ത് കമ്പി ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കമ്പി മാറിപ്പോയി എന്നുള്ള ഒരു കൺസെപ്റ്റാണ് അവർ പറയുന്നത്. അപ്പോൾ അത് ബാക്കിയിലെ കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ മെഡിക്കൽ ആംഗിളിൽ പറയാൻ വേണ്ടി പറ്റില്ല. അതൊക്കെ നമുക്ക് എന്തായാലും പരാതി പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുന്നു. നമ്മൾ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അത് അന്വേഷിച്ച് അത് നെഗ്ലിജൻസിന്റെ ആംഗിൾ ആണെങ്കിൽ നടപടി ഉണ്ടാവും. അല്ല, അതിപ്പോൾ അവർ പറയുന്നത് ഡോക്ടർ അങ്ങനെ എന്തൊരു സംശയം പറഞ്ഞുകൊണ്ട് മാത്രമാണ് അവർ പറഞ്ഞത്. ഡോക്ടർ അങ്ങനെ സംശയം പറഞ്ഞതെന്നാണ് അവർ രോഗി പറയുന്നത്. അപ്പോൾ രണ്ടാമത് അവരെ മൊത്തം ഡോക്ടർമാരുടെ സംഘം ഹെഡിന്റെ അടിസ്ഥാനത്തിൽ പോയിട്ട് അവർ കുട്ടിയെ പരിശോധിച്ചു, അല്ല രോഗിയെ പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു ചാൻസ് ഇല്ല എന്നാണ് അവരെ പ്രാഥമികമായിട്ട് പറയുന്നത്. എങ്കിലും നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമ്മൾ കേസ് എടുത്തിട്ട് എന്തായാലും അതിന്റെ പ്രോസസ്സ് അങ്ങനെയാണ്. മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുക, റിക്വസ്റ്റ് കൊടുക്കുക, DMO മെഡിക്കൽ ബോർഡ് രൂപീകരിക്കും. അത് അവരത് പരിശോധന നടത്തിയിട്ട് അതിന് നെഗ്ലിജൻസ് ഉണ്ടെങ്കിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യും. ഇതിനൊരു ഓൾറെഡി IPC വകുപ്പ് പ്രകാരം നമ്മൾ FIR ഇടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിനുശേഷം അത് നിൽക്കുമോ, അത് നെഗ്ലിജൻസ് പ്രകാരമുള്ള ഒഫൻസ് ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ഈ മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടണം, അല്ലെങ്കിൽ റിപ്പോർട്ട് കിട്ടണം. അതിനുശേഷം നമ്മൾ തുടർന്ന് നടപടി സ്വീകരിക്കും. നേരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 4 വയസ്സുകാരിക്ക് അവയവം മാറി ശസ്ത്രക്രിയ നടത്തിയതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നതായും മെഡിക്കൽ കോളേജ് ACP അറിയിച്ചു. മെഡിക്കൽ രേഖകൾ ഇതിനകം വാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അവ വിശദമായി പരിശോധനയ്ക്ക് വിധേയമാവും. ഒപ്പം മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം ഈ ചികിത്സാ പിഴവടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായോ എന്ന് പരിശോധിക്കും. ഡോക്ടർമാരുടെയും മറ്റ് ജീവനക്കാരുടെയും മൊഴികൾ ഇതിനകം രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ആരോപണ വിധേയനായ ഡോക്ടറുടെ മൊഴി അല്ലെങ്കിൽ അദ്ദേഹത്തെ അധികം വൈകാതെ ചോദ്യം ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിൽ ഡോക്ടേഴ്സിനൊക്കെ ചോദിച്ച് ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ തന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് മെഡിക്കൽ ബോർഡിന് കൊടുത്ത് മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് കിട്ടിയ സ്ഥാനത്തിൽ അതിനകത്ത് നെഗ്ലിജൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യും. സംഭവവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചിരിക്കുന്ന മെഡിക്കൽ ബോർഡ് ഡോക്ടർ അഷ്റഫ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിലാണ് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിരിക്കുന്നത്. 3 അംഗ മെഡിക്കൽ ബോർഡ് നാളെ യോഗം ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിനുശേഷം പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട ചികിത്സാ പിഴവുണ്ടായിട്ടുണ്ടോ എന്ന് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് നൽകും. നേരത്തെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഗുരുതരമായ പിഴവ് ഡോക്ടറുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ലെന്ന് കണ്ടെത്തലാണ് നടത്തിയിരുന്നത്. നാവിനടിയിൽ കുട്ടിക്ക് ഭാവിയിൽ സംസാര വൈകല്യത്തിന്
കേസിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള ഒരു കെട്ടുണ്ടായിരുന്നു. ആ കെട്ട് നീക്കം ചെയ്തത് ഇതിൽ പിഴവില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ നടപടികൾ ഡോക്ടർക്കെതിരെ വേണ്ട എന്ന നിർദ്ദേശവുമാണ് നൽകിയത്. ഇതിനെതിരെ കുടുംബം രംഗത്ത് വരികയും ചെയ്തിരുന്നു. തങ്ങളുടെ കുട്ടിക്ക് യാതൊരു വിധത്തിലുമുള്ള സംസാര വൈകല്യങ്ങളില്ല, നിലവിലുള്ള പ്രതിസന്ധിയിൽ നിന്നും രക്ഷപ്പെടുന്നതിനാണ് ഇത്തരമൊരു വാദമുഖം മുന്നോട്ട് വയ്ക്കുന്നതും എന്നാണ് കുടുംബം പറയുന്നത്. എന്തായാലും ഈ കേസിൽ ഏറ്റവും നിർണായകമായി മാറുന്നത് ഈ മെഡിക്കൽ ബോർഡിന്റെ യോഗവും ആ യോഗത്തിൽ ആ മെഡിക്കൽ ബോർഡ് ചേരുമ്പോൾ നടത്തുന്ന കണ്ടെത്തലുകളുമാകും. വിഷയത്തിൽ വിശദീകരണവുമായി മെഡിക്കൽ കോളേജ് അധികൃതരും രംഗത്തെത്തിയിട്ടുണ്ട്. ശസ്ത്രക്രിയയിൽ പിഴവ് സംഭവിച്ചില്ല എന്നും ഇത്തരം അപകടങ്ങളിൽ പതിവുള്ള ചികിത്സയാണ് നൽകിയതെന്നുമാണ് ഓർത്തോപീഡിക് വിഭാഗം മേധാവി പ്രതികരിക്കുന്നത്. പരാതി തെറ്റിദ്ധാരണ മൂലമാണെന്നും ഡോക്ടർ ജേക്കബ് മാത്യുവും പറഞ്ഞു. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ നിർണായക തെളിവ് കണ്ടെത്തി പോലീസ്. പ്രതി രാഹുലിന്റെ കാറിൽ നിന്ന് രക്തക്കറ കണ്ടെത്തി കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതിനിടെ പ്രതിയെ രാജ്യം വിടാൻ സഹായിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. സിവിൽ പോലീസ് ഓഫീസർ ശരത് ലാലിനെതിരെയാണ് നടപടി. സോളാർ കേസ് ഒത്തുതീർപ്പ് വാദം നിഷേധിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വിവാദത്തിന് അടിസ്ഥാനമില്ല, സോളാർ കേസിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന ഇടതുമുന്നണിയുടെ ആവശ്യം അന്നത്തെ UDF സർക്കാർ അംഗീകരിച്ചതുകൊണ്ടാണ് സമരം പിൻവലിച്ചതെന്നും ഗോവിന്ദൻ പറഞ്ഞു. ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവർക്ക് സ്മാരകം നിർമ്മിച്ചതിൽ വിവാദത്തിന്റെ കാര്യമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. എല്ലാം ജില്ലാ കമ്മിറ്റിയോട് ചോദിക്കണമെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് മെത്രാപ്പൊലീത്ത KP യോഹന്നാന്റെ ഭൗതിക ശരീരവും വഹിച്ചുള്ള വിലാപയാത്ര ആരംഭിച്ചു. നെടുമ്പാശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച യാത്ര വൈകിട്ട് തിരുവല്ലയിലെത്തും. ആലപ്പുഴ വഴിയാണ് വിലാപയാത്ര കടന്നുപോകുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഭൗതിക ശരീരം ഇവിടേക്ക് നെടുമ്പാശ്ശേരിയിലേക്ക് എത്തിച്ചത്. അതിനുശേഷം ഇവിടെ നെടുമ്പാശ്ശേരിക്ക് സമീപം പ്രത്യേകം സജ്ജീകരിച്ച ഇടത്ത് അന്തിമോപചാരം അർപ്പിക്കാൻ പരിമിതമായ രീതിയിലുള്ള സൗകര്യങ്ങളടക്കം ഏർപ്പെടുത്തിയിരുന്നു. ഇവിടെ അന്തിമോപചാര ചടങ്ങുകളുടെ ഒരു ഘട്ടവും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് തിരുവല്ലയിലേക്ക് വിലാപയാത്ര പുറപ്പെടുകയും ചെയ്യുന്നത്. ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് മെത്രാപ്പൊലീത്ത അത്തനേഷ്യസ് യോഹന്റെ കബറടക്ക ശുശ്രൂഷകൾ നടക്കുന്നത് 21-നാണ് അദ്ദേഹത്തിന്റെ കബറടക്ക ശുശ്രൂഷകൾ അടക്കമുള്ള കാര്യങ്ങൾ നടക്കുക. നാളെയാണ് ഇവിടെ തിരുവല്ലയിൽ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുവാനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. നാളെ മുഴുവനായി ഒരു പകൽ അന്തിമോപചാര ചടങ്ങുകൾ അർപ്പിക്കുവാനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുകയാണ്. ആലപ്പുഴ വഴിയാണ് വിലാപയാത്ര കടന്നു പോവുകയും ചെയ്യുന്നത്. ഇന്ന് രാത്രിയോടുകൂടി തിരുവല്ലയിൽ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ അതിനുശേഷം അന്ത്യശുശ്രൂഷ ചടങ്ങുകളുടെ 8 ഘട്ടങ്ങൾ ഉണ്ടാകും. ഇതിനുശേഷമാണ് കബറടക്ക ശുശ്രൂഷകളിലേക്ക് അടക്കം കടക്കുകയും ചെയ്യുന്നത്. ഏതായാലും ഇദ്ദേഹത്തെ യാത്രയയപ്പ് നൽകുന്നതിന് വലിയ രീതിയിലൊരു ജനാവലി തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഒരു സുവിശേഷ പ്രാസംഗികൻ എന്നതിന് അപ്പുറം അദ്ദേഹം സഭയുടെ തലങ്ങളിലൂടെ നിരവധി പേർക്ക് ആശ്വാസം പകരുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ മാറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെയും അദ്ദേഹത്തോട് സഭാ അധ്യക്ഷൻ എന്ന രീതിയിനേക്കാളും അടുപ്പം വികാര വായ്പുമെല്ലാം തന്നെ സാധാരണക്കാർ വെച്ച് പുലർത്തിയിരുന്നു. ഇനി അന്ത്യയാത്ര പറയുന്നതിന് അവർക്കിടയിലേക്ക് തിരുവല്ലയിലേക്ക് അദ്ദേഹം മടങ്ങുകയാണ്. ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. സ്വർണ്ണവെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. 22 ക്യാരറ്റ് ഗ്രാം സ്വർണത്തിന് ഗ്രാമിന് 6820, പവന് 54,560. 18 ക്യാരറ്റ് ഗ്രാം സ്വർണത്തിന് ഗ്രാമിന് 5700, പവന് 45,600. വെള്ളി ഗ്രാമിന് 96, കിലോയ്ക്ക് 96,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം. അമൃത് വേണി ഹെയർ